വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് ക്യൂട്ട് കപ്കിൻ. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സമഗ്ര പ്ലസ് സമകാഴ്ച എന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഓർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറല്ല, അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വൈകാതെ തന്നെ ആക്ടിവിറ്റി 1 കിടക്കാം. എന്താ ആക്ടിവിറ്റി ഉണ്ടല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി? ട്രയാങ്കിൾ എ ബി സിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 60 സ്ക്വയർ സെൻറ്റിമീറ്റർ, 17 സ്ക്വയർ സെൻറ്റിമീറ്റർ, 24 സ്ക്വയർ സെൻറ്റിമീറ്റർ, 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി, എ റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദി സെയിം ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എ ബി സി. If one of its perpendicular sides is 12 cm, what is the length of the other side? Question C, what is the length of the longest side of the triangle? പിന്നെ ഓപ്ഷൻ ലാസ്റ്റ് ആക്ടിവിറ്റിയിലേത് നമ്മളത് ഡ്രോ ദിസ് റൈറ്റ് ട്രയാങ്കിൾ. ഇപ്പോൾ മുന്നേ പറഞ്ഞ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് വരക്കാനാണ്. നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാട്ടെ. ഇപ്പം വെയിറ്റ്. ഓക്കെ, നമ്മൾ ആൻസർ വരുന്നത് നമുക്ക് എപ്പോൾ അറിയാവുന്നൊരു കാര്യമാണല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നൊരു ഇക്വേഷൻ നമ്മളെപ്പോൾ മനസ്സിൽ ഓർത്ത് വെക്കണം അല്ലേ. അപ്പോൾ എന്താണ് ആൻസർ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ലെങ്ത്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബേസ് ചെയ്യുക, ഇസ് ഈക്വൽ ടു 30 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വരിക. നമ്മൾ ഓപ്ഷനിൽ അത് ഉണ്ടോയെന്ന് നോക്കുക. യെസ്, 30 സ്ക്വയർ സെൻറ്റിമീറ്റർ നമ്മൾ ഓപ്ഷനിലുണ്ട്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 12 ഇൻറ്റു 5 ചെയ്യുക, 12 ഇൻറ്റു 5 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ പകുതി എടുക്കണം. 12 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 60. 60നെ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. 60ൻ്റെ പകുതിയാണ് 30. അങ്ങനെയാണ് നമുക്ക് 30 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടുക. നെക്സ്റ്റ് നമ്മൾ ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു വെച്ചാൽ എ റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദി സെയിം ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ട്രയാങ്കിൾ കണ്ടല്ലോ, നമുക്കൊന്നുകൂടി നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറയാം. എ റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദി സെയിം ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എ ബി സി. ഈ എ ബി സി, ഈ ട്രയാങ്കിളിൻ്റെ എ ബി സിൻ്റെ അതേ ഏരിയ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദി സെയിം ഏരിയ. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഓക്കെ, റൈറ്റ് ട്രയാങ്കിളിന് സെയിം ഏരിയ, ഈ ഒരു എ ബി സി, ഈ ഒരു ട്രയാങ്കിളിന് അതേ സെയിം ഏരിയ ഉണ്ട്. ഇഫ് വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഇസ് 12 സെൻറ്റിമീറ്റർ. അതിൽ ഒരു പെർപെൻഡിക്കുലർ സൈഡ് 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റേ വശത്തുള്ള സൈഡ് എത്രയായിരിക്കുന്ന നമ്മുടെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ പറയുന്നത്. അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത്ത് എന്തെടുക്കുക? 12 സെൻറ്റിമീറ്റർ എടുക്കുക. പിന്നെ നമ്മൾ ബേസ് 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, സെറ്റ്. ആ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും ആ സൈഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒബ്വിയസ്ലി ഹൈപ്പോട്ടനീസ് എന്താവും? 13 സെൻറ്റിമീറ്റർ ആവും അല്ലേ. അതൊരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ആ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോട്ടന്യൂസ്. 2 സൈഡ് കുത്തനെ വെക്കുന്ന ആൾട്ടിറ്റ്യൂഡും ബേസുമാണ് നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ്. അതിന് ഓപ്പോസിറ്റ് വെക്കുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്, ദി ബിഗ്ഗസ്റ്റ് സൈഡ് ഇൻ എ ട്രയാങ്കിൾ. നമുക്കതൊന്ന് അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ 13 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. നോക്കൂ, നമ്മൾ ആൻസറിൽ ഇതുണ്ട്. ഇതാ 13 സെൻറ്റിമീറ്റർ ആയിരിക്കും സി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഡ്രോ ദിസ് ട്രയാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിട്ടുള്ളത്? ഡ്രോ ദിസ് ട്രയാങ്കിൾ. നമ്മൾ വരച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. ഇതാ 5 സെൻറ്റിമീറ്റർ ഉണ്ട്, 12 സെൻറ്റിമീറ്റർ ഉണ്ട്, 30 സെൻറ്റിമീറ്റർ. ഹൈപ്പോട്ടനീസ് 13 സെൻറ്റിമീറ്റർ ഉണ്ട്. ഈ ഒരു ആക്ടിവിറ്റി കറക്റ്റ് ചെയ്താൽ നമുക്കൊരു 5 മാർക്സ് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കാം. എ ഷോപ്പ് ഓഫേഴ്സ് 20 rupees റിഡക്ഷൻ ഓൺ ഈച്ച് 100 rupees. ഓക്കെ, എ ഷോപ്പ് ഓഫേഴ്സ് 20 rupees റിഡക്ഷൻ ഓൺ ഈച്ച് 100 rupees. ഓരോ 100 രൂപക്കും 20 rupees എന്ത് കൊടുക്കുന്നുണ്ട്? റിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ,
If a watch of price 950 rupees is bought from this shop, how much will we get? നമ്മൾ ചോദ്യം നമ്മൾ മനസ്സിലാക്കാൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് ശേഷം മാത്രം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പാടുള്ളൂ. നമ്മളത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. പ്രാക്ടിക്കലി നമ്മളെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഒരു ഷോപ്പ് എന്ത് ഓഫറാണ് ഓഫർ ചെയ്യുന്നത്? 20 രൂപ റിഡക്ഷനാണ് ഓഫർ ചെയ്യുന്നത്. എന്തിന്? ഓരോ വരുന്ന 100 രൂപക്കും 20 രൂപയാണ് അവർ റിഡക്ഷൻ കൊടുക്കുന്നത്. അതാണ് അവരുടെ ഓഫർ. ഓക്കെ. ഇഫ് എ വാച്ച് പ്രൈസ് 950 rupees, ഒരു വാച്ചിന് 950 രൂപയുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് അത് വാങ്ങുന്നെങ്കിൽ എത്ര റുപ്പീസ് റിഡക്ഷൻ ആ വാച്ചിന് കിട്ടുമെന്നാണ് ചോദ്യം. ഓക്കെ. അവിടെ ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 200, ഓപ്ഷൻ ബി 190, ഓപ്ഷൻ സി 180, ഓപ്ഷൻ ഡി 150. ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ. നമ്മൾ ആൻസർ വരുന്നത് 190 രൂപയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതെങ്ങനെ കിട്ടിയെന്ന് നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടോ. 20% കണ്ടുപിടിക്കണമെങ്കിൽ 20% കണ്ടുപിടിക്കണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. 20/100, 100 എത്ര? 100ൽ 20 തവണ. അപ്പോൾ 2 0 വേണേൽ കട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പം 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 950 ചെയ്യാം, 950 ചെയ്യാം. സ്റ്റെപ്പ് 3 എന്താണ്? അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തായിരിക്കും 0.2 ഇൻറ്റു 950. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 4 നമുക്കത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും 190 = റിഡക്ഷൻ പ്രൈസ് = 190. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഓക്കെ. നമ്മൾ ക്വസ്റ്റ്യൻ ബി. ദിസ് ഈസ് ദി റിഡക്ഷൻ ഓഫ് ഡിസ്പ്ലേഡ് ഇൻ എ ഷോപ്പ് ഇൻ കണക്ഷൻ വിത്ത് ഓണം. ഓണത്തിനായിട്ട് ബന്ധപ്പെട്ട് കുറേ ഓഫേഴ്സ് ഉണ്ടാവില്ല, അതിലൊരു റിഡക്ഷൻ സെയിലിൻ്റെ ഒരു ബോക്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്തിട്ടുള്ള നോക്കാം. റിഡക്ഷൻ സെയിൽ 30% റിഡക്ഷൻ ഇളവ്, 30% റിഡക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ എ. രാജു ബോട്ട് എ മൊബൈൽ ഫോൺ ഓഫ് കോസ്റ്റ് 7,500 rupees വരുന്നൊരു മൊബൈൽ ഫോൺ വാങ്ങി. വാട്ട് ഈസ് ദി എമൗണ്ട് ഹി ഹാസ് ടു പേ ആഫ്റ്റർ ദി റിഡക്ഷൻ ഉള്ളത് കൊണ്ട് അവൻ പേ ചെയ്യേണ്ട പൈസ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ആൻസർ നമുക്ക് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ നോക്കാം. ആദ്യം മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് നമുക്കൊന്ന് നോട്ട് ചെയ്യുക. അതിന് ശേഷം എത്ര ശതമാനം ഇളവുണ്ട്? 30% ഇളവുണ്ടല്ലേ. 30% ഇളവ് എന്ന് വെച്ചാൽ 30/100 ആണെന്ന് ഓർക്കാം. ഓക്കെ. = 30/100 ഇൻറ്റു 7500 ചെയ്താൽ എന്താ കിട്ടുക? 2250 കിട്ടും. 2250. ഡിസ്കൗണ്ട് റുപ്പീസ് അപ്പോൾ എത്രയാണ്? 2200 rupees. അടുത്ത രാജു എത്ര കൊടുക്കണം, ഷോപ്പ് കീപ്പറിന് എത്ര കൊടുക്കണം എന്ന് നോക്കിയാൽ കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യുക. ആ 30% എന്ന് വെച്ചാൽ 100ൽ എത്ര പൈസയാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അല്ലേ. അതായത് 2250, 2250. ഓക്കെ. അപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് കിട്ടിയല്ലേ. ഇനി ശരിക്കുള്ള എമൗണ്ട്, ഫോണിൻ്റെ ശരിക്കുള്ള എമൗണ്ടിനെ കൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര ആയിരിക്കും? 5250 അല്ലെങ്കിൽ 5250 ആയിരിക്കും രാജു ഷോപ്പ് കീപ്പറിന് പേ ചെയ്യേണ്ടത്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ബി ക്വസ്റ്റ്യൻ. ലിസി ഗോട്ട് എ റിഡക്ഷൻ ഓഫ് 3600 rupees when she bought a TV from this shop. What was the price of the TV displayed in the shop? ഓക്കെ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ലിസി ഗോട്ട് എ റിഡക്ഷൻ ഓഫ് 3600 rupees. ലിസി ഒരു ടി വി വാങ്ങിയപ്പോൾ അവൾക്ക് 3600 രൂപക്കൊരു ഡിസ്കൗണ്ട് കിട്ടി. ആ ഡിസ്കൗണ്ടിൻ്റെ പൈസയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. വാട്ട് വാസ് ദി പ്രൈസ് ഓഫ് ദിസ് ടി വി?
ആ ടി വിക്ക് ഡിസ്പ്ലേ ചെയ്ത ആ ടി വിക്ക് ഒരു പൈസ ഉണ്ടാവുമല്ലോ ഡിസ്പ്ലേ ചെയ്തത്, ആ ടി വിൻ്റെ ശരിക്കുള്ള പൈസ, ഇനി അവളെ ശരിക്കും പേ ചെയ്യേണ്ട പൈസ, ഈ 3600 അവളെ ഡിസ്കൗണ്ട് പൈസ ആണല്ലേ. ശരിക്കുള്ള ടി വിൻ്റെ പൈസ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ. ഡിസ്പ്ലേഡ് പ്രൈസ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമ്മൾ 30% ഡിസ്കൗണ്ട് പ്രൈസ് എത്രയാണോ, ഡിസ്പ്ലേഡ് ആയിട്ടുള്ള പ്രൈസ് എത്രയാണോ അതിന് എക്സ് എടുത്തല്ലോ, ഇസ് ഈക്വൽ ടു 3500. 30% ആണല്ലോ നമുക്ക് നേരത്തെ റിഡക്ഷൻ ചെയിനിലെ ബോക്സ് കൊടുത്തത്, അത് ഇൻറ്റു എത്രയാണ് ആ ഡിസ്പ്ലേഡ് നമുക്ക് അറിയാത്തതുകൊണ്ട് അവിടെ എക്സ് കൊടുത്തു, ഇസ് ഈക്വൽ ടു 3500. അതാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കത് കണ്ടുപിടിച്ചാലോ. 30/100 ചെയ്യാം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 3600 നമ്മൾ അങ്ങനെയാണ് നമ്മളെ എത്രയാണ് ഡിസ്കൗണ്ട് പൈസ അങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇസ് ഈക്വൽ ടു 0, അത് ചെയ്താൽ കിട്ടുന്നതാണ് 0.3x ഇസ് ഈക്വൽ ടു 3600. ഓക്കെ, നെക്സ്റ്റ് ആ ഡിസ്പ്ലേഡ് പ്രൈസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡിസ്പ്ലേഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 3600/0.3. നമുക്ക് നേരത്തെ എടുത്ത 0.3, ഈ 0.3 എടുക്കാം, ഇസ് ഈക്വൽ ടു എക്സ്. ഡിസ്പ്ലേഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 12,000 rupees ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ എളുപ്പത്തിലാണ് നമ്മളിത് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 3 കടക്കാം. ഇഫ് ദി മിഡിൽ നമ്പർ ഓഫ് 3 consecutive even numbers is taken as x, what will be the first number? ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ഒരു ചോദ്യമാണ്. 3 consecutive even numbers, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ഈവൺ നമ്പർ എടുത്താൽ, ഈവൺ നമ്പേഴ്സിനെ നമുക്ക് എക്സ് ആയിട്ട് എടുത്താൽ അതിൽ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ x+2, ഓപ്ഷൻ ബി x-2, ഓപ്ഷൻ സി 2x, ഓപ്ഷൻ ഡി x-1. ഇതിൽ ഉത്തരം ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എത്രയാണ്, ബി 2 x-2. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. എന്താ വെച്ചാൽ നമ്മൾ മിഡിൽ നമ്പർ എക്സ് ആയിട്ടാണ് എടുത്തെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ x+1 ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഒബ്വിയസ്ലി അത് x-2 ആയിരിക്കും അല്ലേ. ഈവൺ നമ്പേഴ്സാണ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൺ നമ്പേഴ്സ് എടുക്കാൻ പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് 1, 2, 3 എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഓഡ് ഈവൺ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 2 എടുത്താൽ നെക്സ്റ്റ് 4 എടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് എക്സ് മിഡിൽ നമ്പർ 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ മിഡിൽ നമ്പർ എക്സ് അല്ലേ, അതിങ്ങനെ വേണ്ട, ഞാൻ കാണിച്ചു തരാം. മിഡിൽ നമ്പർ 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 3 കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 4ന് തൊട്ട് മുന്നിലുള്ള ഈവൺ നമ്പർ ഏതാണ്, 2 ആണല്ലേ. അപ്പം 4ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്ര കിട്ടും, 6 കിട്ടും. അപ്പോൾ 4x ആണെങ്കിൽ 6 എത്രയായിരിക്കും, x+2 ആയിരിക്കും അല്ലേ, x+2 ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി 2 എന്തായിരിക്കും, x മൈനസ് എത്രയായിരിക്കും, 2. 4ന്ന് 2 കുറച്ചാലല്ലേ നമുക്ക് 2 കിട്ടുക. ആ ഒരു ലോജിക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ പോകരുത് കേട്ടോ. 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ, അതിന് ഇതെങ്ങനെ ചെയ്യും എന്നൊരു ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആൻസർ ഏതാ വരുന്നത് വെച്ചാൽ x-2. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൺ നമ്പേഴ്സ് എടുത്ത് എഴുതാം. എന്നിട്ട് നോക്കാം എങ്ങനെ വരാൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ബി ക്വസ്റ്റ്യൻ 2 + 4 + 6 = 12 ആണോ നോക്കിയാട്ടെ. 12 ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് 4 + 6 + 8 എത്രയാണ്, 18 ആണല്ലേ. നെക്സ്റ്റ് 6 + 8 + 10 24 ആണ്. അടുത്ത 2 ലൈൻ എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ്. ഓക്കെ,
ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ, എന്നാൽ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉത്തരം ഭയങ്കര 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 സിമ്പിളാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ട് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ളത് 2 + 4 + 6 = 12. നെക്സ്റ്റ് ലൈൻ 4 + 6 + 8 = 18. നെക്സ്റ്റ് 6 + 8 + 10 = 24. ആദ്യത്തെ നമ്പേഴ്സ് എന്താണ്? ആദ്യത്തെ ലൈനിലുള്ള നമ്പേഴ്സ് 2, 4, 6 ആയിരുന്നു. ഓക്കെ, 2, 6, 4 ആയിരുന്നു ആദ്യത്തെ ലൈനിലുള്ള നമ്പേഴ്സ് ഉള്ളത്. ഞാൻ ഈ പേജ് എടുത്തിട്ടുള്ളത് മറ്റേ പേജ് എടുക്കാൻ കുറച്ച് പണിയായതുകൊണ്ടാണ് ഞാനിപ്പം ഈ പേജ് തന്നെ എടുക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുക്കുക. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ വരിയിൽ 2, 4, 6 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് വരിയിൽ 4, 6, 8. ഓക്കെ, നെക്സ്റ്റിൽ 6, 8, 10. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വന്നത് നോക്കുക. 2 + 2 അല്ലേ 4, 4 + 2 അല്ലേ 6. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? 2നെ കൊണ്ട് കൂട്ടി +2 ചെയ്തു. അപ്പം നമുക്ക് ഈ കാണുന്ന ഉത്തരങ്ങളൊക്കെ കിട്ടി. ഇതോ 4, 5, 6. 4 + 2 = 6. 6 + 2 = 8 അല്ല. നെക്സ്റ്റ് 6 + 2 = 8. 8 + 2 = 10. ഒബ്വിയസ്ലി നമ്മൾ ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഒബ്വിയസ്ലി സ്വാഭാവികമായിട്ട് നമുക്ക് ഉത്തരം വളരെ സിമ്പിളാണല്ലേ. 6 + 2 എടുക്കുക. 6 + 2 എത്രയാണ്? 8. നെക്സ്റ്റ് കോളത്തിൽ 8 + 2 10. നെക്സ്റ്റ് കോളത്തിൽ 10 + 2 12. അപ്പോൾ ഉത്തരം കിട്ടുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും അല്ലേ. അപ്പം നെക്സ്റ്റ് കോളത്തിലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആൻസർ 8 അല്ലേ നമ്മൾ ലാസ്റ്റ് എടുത്തത്. അപ്പം 10 + 10 + 2 12 പ്ലസ് അടുത്ത വരിയിൽ 12 + 2 എത്രയാണ്? 14. അത് ചെയ്തിട്ടുള്ള ഉത്തരം കിട്ടുന്നത്. വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. 12, 18, 24. ഈ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. ഈ നമ്പേഴ്സ് തമ്മിൽ 12 + 6 ആണ് 18. 18 + 6 ആണ് 24 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് തമ്മിൽ എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കുക, നമ്മൾ നേരത്തെ എടുത്തത് ഏതാണ്? 8. അപ്പോൾ നമ്മൾ ഉത്തരം വരുന്നത് 8 + 10 + 12 = 30. 10 + 12 + 40 = 36. അപ്പം 30ൻ്റെ കൂടെ 6 ചേർത്ത് എത്ര കിട്ടും? നമുക്ക് 36 കിട്ടും. ആ ഒരു കണക്ഷൻ വെരി സിമ്പിളാണ്. നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കി വായിക്കണം ക്വസ്റ്റ്യൻ, എന്നാൽ മാത്രമേ ഈ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൾജിബ്രയിൽ നിന്നാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്? 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഏതാണ്? 2, 4 പിന്നെ 8. 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാം. 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആൻസർ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓർക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തത് ഏതാണ്? 2 ആണല്ലേ. 2, 4 പിന്നെ 8. ഇതാണ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മിഡിൽ നമ്പറായിട്ടുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4ആയിട്ടുള്ള റിലേഷൻ എന്താണെന്ന്, ഇതിൻ്റെ സമ്മ് ഇത് 3 കൂട്ടി നമുക്ക് 14 കിട്ടും അല്ലേ. വേണോ ചെയ്ത് നോക്കിക്കോ, സംശയം ചെയ്ത് നോക്കിക്കോ. നമുക്ക് 14 കിട്ടും. ഓക്കെ, 14 നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് 8, 10, 12 എടുക്കാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മിഡിൽ നമ്പറായിട്ടുള്ള റിലേഷൻ നോക്കാം. 10 ആണ് ഇവിടുത്തെ മിഡിൽ നമ്പർ അല്ലേ. ഓക്കെ, നമ്മൾ ഡെഫിനേഷൻ എന്താ പറഞ്ഞു വെച്ചാൽ ദി റിലേഷൻ എന്തായിരിക്കും എന്നാ വർക്കിൽ വെച്ചാൽ നടുക്കുള്ള നമ്പർ ഈ സമ്മ് ഇത് 3 കൂട്ടിയാൽ കിട്ടുന്ന സമ്മ് 10നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ്, അല്ലെങ്കിൽ മിഡിൽ നമ്പറിനെ 3 തവണ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം.
10 പ്ലസ് ഇത് നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം ഈക്വൽ ടു എത്രയാണ് 30 ആണല്ലേ 30 ആണ്. ഓക്കെ നമുക്കപ്പോൾ നോക്കാം. സോറി എനിക്ക് ഇങ്ങനെ കയ്യിൽ ചെയ്യുന്ന അത്ര ശീലമില്ല. 30 ആണ്. അപ്പോൾ 10 × 3 എത്രയാണ് 30 ആണല്ലേ. എന്താ നോക്കിയേ, നമുക്കിനി വേറെ ഉത്തരം എടുത്ത് നോക്കാം. എല്ലാത്തിനും ഒരുപോലെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാമല്ലോ, അതോ 10 മാത്രമാണോ? അതെന്താ വെച്ചാൽ എത്ര ഉണ്ടോ ഈ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഇത് പോസിബിൾ അല്ലൂ, വേറെ ഒന്നിനും ഈ ഒരു മെത്തേഡ് പോസിബിൾ അല്ല, നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. വേറൊരു തരത്തിലുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ടുണ്ട് 10, 12, 14. ഓക്കെ 12 ആണല്ലേ ഇവിടുത്തെ മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. 12 ആണ് ഇവിടുത്തെ മിഡിൽ നമ്പർ. ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത് 12 × 3 എത്രയാണ് നോക്ക്. 12 × 3 എത്രയാണ് നോക്ക്. 12 × 3 എത്രയാണ് 36 ആണല്ലേ. ഓക്കെ ഇനി 10നെയും 12നെയും 14 ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാട്ടെ. 10 + 10 20, 20 + 2 22 സോറി നമുക്കിത് ഓക്കെ ഞാൻ ഇത് ആഡ് ചെയ്യേണ്ട ഒരു മെത്തേഡ് പറഞ്ഞേരേ. ഈ 10 + 10 ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ 10 + 10 പ്ലസ് ഈ 2 ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ 2 ആഡ് വെക്ക്. 10 + 10 20 ആണല്ലേ. ഇതൊരു ആഡ് ചെയ്ത് നോക്കാം 30 വരും അല്ലേ. അപ്പം 4 + 2 എത്രയാണ് 6 ആണല്ലേ. അപ്പം 36 വരും അല്ലേ. നോക്കിയാട്ടെ 12 × 3 36 ഇത് 3 കൂട്ടിയാലും കിട്ടുന്ന ഉത്തരം എത്രയാണ് 36. അതാണ് ഇതിൻ്റെ ഉത്തരം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമല്ലോ കേട്ടോ. ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് വായിക്കണം. ഓക്കെ നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദിസ് റിലേഷൻ ഇൻ ആൾജിബ്ര. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ നമ്മളെ ആൾജിബ്രയിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക 2 - 2 + x + x + 2 = 3x. എന്താണെന്ന് വെച്ചാൽ 2x ഇപ്പം എക്സ് എടുക്കുക. ഓക്കെ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് കേട്ടോ. എക്സ് ഉണ്ട്. ഓക്കെ എക്സ് ഉണ്ട്. x - 2 ആണല്ലേ. ഇപ്പം എക്സ് എന്താണ് എക്സ് 10 ആണെങ്കിൽ 10 - 2 ആണ് 8. തന്നെ നോക്കാം. ഇത് 10 ആണെങ്കിൽ 10 - 2 8 ആണ്. 10 + 2 12 ആണല്ലേ. = 3x. 3 തവണ ഈ എക്സ് മൾട്ടിപ്ലൈ ചെയ്യായിരിക്കും, അതായത് 3x. എക്സിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരമായിരിക്കും ഇതൊക്കെ കൂട്ടിയാൽ. അതാണ് ഈ പ്ലസ് ചിഹ്നം പറയുന്നത്. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. എക്സ് അത് നിങ്ങൾ എക്സ് മിഡിൽ എഴുതുക കേട്ടോ. എക്സ് ആദ്യം എഴുതുക, പിന്നെ എൻ്റെ 2 ബാക്കിയുള്ള എഴുതുക. x - 2 + x + x + 2 = 3x. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുമെന്ന് വേണം. നിങ്ങൾക്കത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, ബട്ട് പഠിച്ചു വെക്കുമ്പോൾ നമുക്കതൊന്നും എന്ത് സംഭവം ഒന്നും തിരിയത്തില്ല. സോ അങ്ങനെ നോക്കി വെക്കാം കേട്ടോ. ആക്ടിവിറ്റി 4 നോക്കാം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 40 cm? ഓക്കെ സ്ക്വയറിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ. 40 cm ഉള്ള ഏരിയൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 400 square centimeter, 200 centimeter square, 100 centimeter square, 80 centimeter square. ആൻസർ ഈസ് 100 square centimeter ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. വി ക്യാൻ റൈറ്റ് 1764 = 2 square × 3 square × 7 square. What is the length of one square of the area 1764 square centimeter? ഇത് നമ്മൾ സ്ക്വയർസ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് തന്നെ സ്ക്വയർ ഓഫ് ഏരിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നൊരു ചോദ്യമാണ്. ഓക്കെ നമുക്ക് എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? നമുക്ക് ഒരു സ്ക്വയറിൻ്റെ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ 1764 വരുന്ന ഒരു ലെങ്ത് ഏരിയ എന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡിലെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. സ്ക്വയർ എന്ന് വെച്ചാൽ 2 നമ്പേഴ്സ് ഒരു നമ്പർ അതേ നമ്പറിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഏതോ ഒരു x × x. ഓക്കെ x × x =
1764. ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ് ഒരു 42 എടുത്ത് നോക്കിയാട്ടെ. 42 ഇൻറ്റു 42 1764 അല്ലേ? അല്ലയോ? അങ്ങനെയാണ് നമുക്ക് ഒരു സൈഡ് കിട്ടുക. 42 ഇൻറ്റു 42 1764 ഓക്കെ. ബട്ട് ദി വൈറ്റൽ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡു വി ഗെറ്റ് ദാറ്റ്? അതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ 1764 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പം കിട്ടുന്നതാണ് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 7. അത് ചെയ്താൽ ഓക്കെ അതിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്തത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ചെയ്തത്. അപ്പം ആ സ്ക്വയർ മാറ്റിയിട്ട് മുകളിലുള്ള എക്സ്പോണൻ്റ് മാറ്റിയിട്ട് ഒന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 42 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് നമുക്കത് കിട്ടിയത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഗിവൺ ബിലോ. താഴെ കൊടുത്ത ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. എവിടെയും 15 സെൻറ്റിമീറ്റർ, ബേസും ഹൈറ്റും 15 സെൻറ്റിമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. നമ്മൾ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്. ഇതിൻ്റെത് കേട്ടോ, ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് നോക്കുന്നത് ഇസ് പെർപെൻഡിക്കുലർ സൈഡ് ഇസ് 3.5 സെൻറ്റിമീറ്റർ. സോറി, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ 450 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 24 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ ഒരു അളവ് കൊടുത്തിട്ടുള്ള ഒരു സ്ക്വയർ നമുക്ക് വരക്കണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആൻസർ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് 3.5 സെൻറ്റിമീറ്റർ ഇക്വൽ ടു ഹോൾ സ്ക്വയർ. നമ്മളെ എക്സ്പോണൻസിൻ്റെ ചാപ്റ്റർ 3.5 സ്ക്വയർ പ്ലസ് 3.5 സ്ക്വയർ ചെയ്യുക ഇക്വൽ ടു 24.5 കിട്ടും. അതായത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യന് കൊടുത്താൽ തന്നെ. ഓക്കെ, അതിൻ്റെ സ്ക്വയറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 24ൻ്റെ എത്ര ഒരു സൈഡ് 24 ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണെങ്കിൽ അതിൻ്റെ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ 33.5ൻ്റെ സ്ക്വയറും പ്ലസ് 3.5ൻ്റെ സ്ക്വയറാണ് 24.5. അപ്പം ആ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും 24.5, അതായത് 24 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കുടുംബശ്രീ യൂണിറ്റ് took a loan of rupees 4,80,000 rupees from a cooperative bank for a period of 1 year to start a computer institute. The bank collects 6/4% interest for 1 year. They spend 60% of the amount to buy computers and rest to buy furniture. ഈ ക്വസ്റ്റ്യൻ ഇതെന്ന് വെച്ചാൽ ഈ കുടുംബശ്രീ യൂണിറ്റ് ടേക്സ് ലോൺ ഓഫ് റുപ്പീസ് 4,80,000 ഒരു കുടുംബശ്രീ യൂണിറ്റ് അത്ര ഒരു ബാങ്കിൽ നിന്ന് അത്ര കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കും. എന്തിന്? കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാങ്ക് 6.25% ഇൻട്രസ്റ്റ് ഒരു വർഷം അവരിൽ നിന്ന് എടുക്കും. ദേ സ്പെൻഡ് 60% ഓഫ് ദി എമൗണ്ട് ടു ബൈ കമ്പ്യൂട്ടേഴ്സ്. അവർ 4,80,000 60% കമ്പ്യൂട്ടേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ടും റെസ്റ്റ് ഓഫ് ദി ഫേർണിച്ചർ വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, വാട്ട് ഇസ് ദി ഫ്രാക്ഷൻ കറസ്പോണ്ടിങ് 6/1/4? ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്നറിയോ? ഓക്കെ, ഉത്തരം വരുന്നത് 1/16 ആണ്. 1/16 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ആദ്യം മിക്സഡ് ഫ്രാക്ഷന് നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് 6 4s 24, 24 + 1 25/4 വരും. സോ 25/4 വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ പറ്റാം. ഓക്കെ, 25/4 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 25/400. ഓക്കെ, ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ 100നെ ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് 24/4ൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുക 25/400 കിട്ടും. ഓക്കെ,
അപ്പം ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത് 1/16. അങ്ങനെയാണ് നമുക്കിത് കിട്ടിയത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് എമൗണ്ട് ഇസ് സ്പെൻഡ് ഓൺ ബൈ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സ് വാങ്ങാൻ എത്ര പൈസ ചിലവാക്കുന്നുണ്ട് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് കോസ്റ്റ് 60% ഓഫ് ദി ലോൺ എമൗണ്ട്. 60% കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി ചിലവാക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എമൗണ്ട് 4,80,000 ഇൻറ്റു 60/100 ചെയ്യുക. ഓക്കെ, 60% അല്ലേ. അപ്പം അതിന് നമുക്ക് 100 കൊണ്ട് ഹരിക്കുക. അപ്പം എത്ര കിട്ടും? 4,000. ഇത് രണ്ട് കട്ട് ചെയ്യുമ്പോഴാണ് 4,800 ഇൻറ്റു 60 എത്ര കിട്ടും? ഇതായിരിക്കും നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, 2,88,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി അമൗണ്ട്സ് യൂസ്ഡ് ഫോർ ബൈയിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫർണിച്ചർ. കമ്പ്യൂട്ടേഴ്സും ഫർണിച്ചേഴ്സും വാങ്ങുന്ന പൈസയുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം, എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ 60%, ഫർണിച്ചറിന് ബാക്കി 40%. ഇപ്പോൾ ഡിഫറൻസ് എത്രയെന്ന് വെച്ചാൽ 60%-ൽ നിന്ന് 40%-നെ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 4,80,000 ഇൻറ്റു 20, ആ ബാക്കി കിട്ടിയ പെർസെൻറ്റേജ് ഉണ്ടല്ലോ മൈനസ് ചെയ്തിട്ട് 20%-നെ 100 വെച്ചിട്ട് ഹരിക്കുക. അപ്പോൾ ഡിഫറൻസ് 4,800 ഇൻറ്റു 20 ചെയ്യുക. അപ്പം ഉത്തരം കിട്ടുന്നത് 96,000 ആയിരിക്കും അവർ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എമൗണ്ട് ടു ബി പെയ്ഡ് ഇൻ ദി ബാങ്ക് ആഫ്റ്റർ 1 ഇയർ. 1 വർഷത്തിന് ശേഷം ബാങ്കിന് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ വരുന്നത് ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. യൂസ് ദി ഫ്രാക്ഷൻ 1/6 ഫൗണ്ട് ഇൻ പാർട്ട് എ. ആദ്യത്തെ പാർട്ട് എയിൽ നമുക്ക് കിട്ടിയ 1/60 നമ്മൾ യൂസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 4,80,000 ഇൻറ്റു 1/60. നേരത്തെ എടുത്ത 1/16 ചെയ്യുമ്പോൾ നമുക്ക് 30,000 കിട്ടും. ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം 4,80,000 പ്ലസ് 30,000 ഈസ് ഈക്വൽ ടു 5,10,000. അവർ 5,10,000 രൂപ കൊടുക്കണം ബാങ്കിന്. ഓക്കെ, നമ്മൾ ആക്ടിവിറ്റി 5 കഴിഞ്ഞു. ആക്ടിവിറ്റി 6, ദി നമ്പേഴ്സ് ഗിവൺ ബിലോ ആർ ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് വിത്ത് 11 ആൻഡ് ആഡിങ് നമ്പർ 9 അഗെയിൻ ആൻഡ് അഗെയിൻ. ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലാർജസ്റ്റ് 2-digit നമ്പർ അമംഗ് ദീസ് നമ്പർ. ഇതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ 2-digit നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി 92 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഓഫ് ഈച്ച് ഓഫ് ദീസ് നമ്പർ ബൈ 9. ഈ ഓരോ നമ്പറിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഓരോന്നും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് നമ്മളെ റിമൈൻഡർ കിട്ടുന്നത് 2 ആയിരിക്കും കേട്ടോ. ഇതിനൊക്കെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. നെക്സ്റ്റ്, ഇസ് 200 എ നമ്പർ എമംഗ് ദീസ്. ഈ കൂട്ടത്തിൽ 200 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാവുമോ? ആൻസർ എന്താണ്? 200 ഈ കൂട്ടത്തിലുള്ള ഒരു നമ്പർ അല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. റൈറ്റ് ദി കോമൺ ഫോം ഓഫ് ദീസ് നമ്പർ യൂസിങ് ആൾജിബ്ര. ദി കോമൺ ആൾജിബ്രിക് ഫോം ഓഫ് ദീസ് നമ്പേഴ്സ് ഇസ് 9n+2. ഓരോ 9 എന്ന് വെച്ചാൽ ഓരോ നമ്പറിൻ്റെ കൂടെ 9 കൂട്ടുക +2. ഓക്കെ, ഓരോ 9ൻ്റെ കൂടെ 2 കൂട്ടുക. വേർ n ഇസ് ദി ടേം നമ്പർ. n എന്തിൻ്റെയൊക്കെ നമ്പറിൻ്റെ ടേമാണ്? 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും ടേമാണ് n എന്ന് പറയുന്നത്. ഓക്കെ, among the set of numbers given below, which of the sets can be sides of right triangle? Activity 7 ആണ്. ഓപ്ഷൻ എ 7, 8, 9, ഓപ്ഷൻ ബി 6, 8, 10, ഓപ്ഷൻ സി 5, 10, 15, ഓപ്ഷൻ ഡി 8, 10, 12. നമ്മളിതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 6, 8, 10 ആണ് കേട്ടോ. നെക്സ്റ്റ്, ദി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 8 cm and 3 cm. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഡ്രോൺ ഓൺ ദി ഡയഗണൽ ഓഫ് ദിസ് റെക്ടാങ്കിൾ? ഓക്കെ, ആ ഫിഗർ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ദി ഫിഗർ ഷോസ് ദി ഡ്രോയിങ് ഓഫ് എ പ്ലോട്ട്. ഇത് ഒരു പ്ലോട്ടിൻ്റെ ഒരു ഡ്രോയിങ് ആണ്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഷേപ്ഡ് പ്ലോട്ട് ഇൻ ദി ഗിവൺ ഫിഗർ? വാട്ട് ഈസ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി പ്ലോട്ട്? ബി ക്വസ്റ്റ്യൻ ആൻസർ 73 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കി വെക്കാം. ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് വെച്ചാൽ 235 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ്, ദി പൈ ചാർട്ട് ഷോസ് ദി ആനുവൽ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ എ സ്റ്റേറ്റ്. ഓക്കെ, ഈ പൈ ചാർട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാം നന്നായിട്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് പെർസെൻറ്റ് ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ ഇസ് ദി കോൺ? ടോട്ടൽ നിന്ന് എത്ര പ്രൊഡക്ഷനാണ് ഈ കോൺ എവിടെയാണ്? കോൺ ഏറ്റവും ചെറുതാണല്ലേ. അപ്പം നോക്കാം. വാട്ട് പെർസെൻറ്റ് ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ ഇസ് ദി കോൺ? ഉത്തരം വരുന്നത് ഒബ്വിയസ്ലി ഇതിൽ ഏറ്റവും ചെറുതായിരിക്കും കോൺ. അപ്പം 5% ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രൊഡക്ഷൻ പെർസെൻറ്റ് ഓഫ് റൈസ് ആൻഡ് വീറ്റ്? നോക്കാം. റൈസിൻ്റെ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ്റെ ഡിഫറൻസ്, അവരുടെ പേഴ്സൻറ്റിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ റൈസിൻ്റെയും വീറ്റിൻ്റെയും പ്രൊഡക്ഷൻ എത്രയെന്ന് 45 15 മൈനസ് ചെയ്യുക. അപ്പോൾ 25 കിട്ടും. അതായിരിക്കും 25% ആയിരിക്കും അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ദി സ്റ്റേറ്റ് ഈസ് 4800 ടൺസ് ഇൻ ദി സ്റ്റേറ്റ്, ഹൗ മച്ച് ടൺ ഇസ് ദി പ്രൊഡക്ഷൻ ഓഫ് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ എത്രയായിരിക്കും? നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 40% 4800 എത്രയാണ് നോക്കണം. വീറ്റ് പ്രൊഡക്ഷൻ ഇസ് ഈക്വൽ ടു 40/100 ഇൻറ്റു 4800. അപ്പോൾ നോക്കുമ്പോൾ 0.4 ഇൻറ്റു 4800 ഇസ് ഈക്വൽ ടു 1920 ടൺ, 1920 ടൺസ്. എത്ര പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്? 1920 ടൺ ആയിരിക്കും, അല്ലെങ്കിൽ 1920 ടൺസ് ആയിരിക്കും. നെക്സ്റ്റ്, ഇൻ ദി പൈ ചാർട്ട് വാട്ട് ഇസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി പാർട്ട് ഷോയിങ് ദി പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ കെയിൻ? ഓപ്ഷൻ ഡിൻ്റെ ഉത്തരം 90 ഡിഗ്രി ആണ് കേട്ടോ. ഇതോടുകൂടെ നമ്മൾ ഒരു 37 മിനിറ്റ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യണം. ഇനി വരുന്ന എല്ലാ എക്സാമിൻ്റെയും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇടുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ആൻഡ് ഈ വീഡിയോ ഫുൾ കാണാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ കമൻറ്റ് ഇടാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇടാം കേട്ടോ, ഷുവറായിട്ടും. ബൈ. നെക്സ്റ്റ് വീഡിയോ കാണുന്നേക്കും. സൈനിങ് ഓഫ്.